ഹലോ, അങ്ങനെ 2 മാസത്തെ വെക്കേഷന് ശേഷം ഞങ്ങൾക്ക് പോവാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങിയാണ് കേട്ടോ. കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട് ബർഗർ ലോഞ്ച് വന്നതാണ്. അങ്ങനെ കുറേ നേരം ടാനി എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ നാട്ടിൽ വന്നതിന് ശേഷം. അപ്പോൾ പോവുകയാണെന്ന് ആൾക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. അപ്പോൾ അവൻ എന്താ വേണ്ടതെന്ന് എൻ്റെ അനിയനാണ് കേട്ടോ ഇത്. അവൻ ചോദിക്കുകയായിരുന്നു. അപ്പോൾ അവന് എപ്പോഴും അറിയുന്നത് അപ്പ മീന എന്ന് പറയാനാണ്. അപ്പം ആൾ അതാണ് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ പോവാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. വീട്ടിൽ കുറച്ച് ദിവസം നിന്ന് അതുകൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് മടിയുണ്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ടാനിനെയും കൊണ്ടുള്ള പോക്കായതുകൊണ്ട് കുറച്ച് ടെൻഷനുണ്ട്. ഒറ്റക്കാട്ടോ ഞാൻ പോകുന്നത്. സെമി പോയിട്ടുണ്ട് ഓൾറെഡി, മുന്നേ പോയതാ. ഞാനും ടാനിയും കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വന്നു കഴിച്ചു. ഇനി പോകാൻ സമയമായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു ഹാഫ് അവറും കൂടെ ഉള്ളൂ കേട്ടോ നമുക്ക് എയർപോർട്ടിലേക്ക്. അങ്ങനെ ഇതാ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഇതാ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അകത്ത് കയറി. അങ്ങനെ ഇതാ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സൗദിയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സൗദിയിൽ നിന്ന് നമുക്ക് ലേ ഓവർ ഉണ്ട്. പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ടാനിക്ക് എന്തെങ്കിലും ഞാൻ കരുതുന്നുണ്ട്. കാരണം നമുക്ക് ടാനിക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഫുഡൊന്നും ഉണ്ടാവില്ല. ഇവിടെ സൗദിയിൽ ഞങ്ങൾക്ക് 2 അവറാണ് വെയിറ്റിംഗ് ഉള്ളത്. അപ്പോൾ ടാനിയുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ അപ്പോഴേക്കും ടൈം ആവുമെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും കഴിക്കണം. ടാനിക്ക് ഞാൻ എന്തെങ്കിലും ചിപ്സ് അങ്ങനെ ചോക്ലേറ്റ് എന്തെങ്കിലും കരുതുന്നുണ്ട്. ഫുഡ് ഞാൻ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന ഫുഡ് കഞ്ഞി അവനെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആള് വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് കുടിച്ചിരുന്നു. പിന്നെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ നിന്ന് ഞാൻ ചോക്ലേറ്റ് മിൽക്കൊക്കെ അവന് വാങ്ങിച്ചു കേട്ടോ. പക്ഷെ അവൻ എന്തോ ആ ഫ്ലേവർ ഒന്നും ഇഷ്ടമായില്ല തോന്നുന്നുണ്ട്. അവന് ഇതാ പുറത്തിറങ്ങിയാൽ ആള് നമ്മൾ സ്ട്രോളറിലൊക്കെ ആണെങ്കിൽ എനിക്ക് സുഖമാണ് കേട്ടോ. അവന് നമ്മൾ നോക്കണ്ടല്ലോ, അതിലിരുത്തിയാൽ മതി. പക്ഷെ കൈ വിട്ട് പോണതുകൊണ്ട് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ആൾ അങ്ങോട്ട് ഓടുകയാണ്. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. ടാനി ഫ്ലൈറ്റിൽ ഫുൾ ഉറക്കമായിരുന്നു കേട്ടോ. സൗദിയിൽ എത്തിയപ്പോഴേ അവന് എണീറ്റിട്ടുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് ഉറങ്ങുന്ന കാര്യം ടെൻഷനാണ്. അവനെന്തായാലും ഇനി ഉറങ്ങാൻ പോകുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവന് കുറച്ച് ടോയ്സൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് കളിക്കുന്നു. ഇവിടെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഫാന്. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഫുഡ് എത്തിയിട്ടുണ്ട്. രാവിലത്തെ ഫുഡാണ് അവർ തന്നത്. ചിക്കനായിരുന്നു. പക്ഷെ ടാനിക്ക് അത് കഴിക്കാൻ പറ്റില്ലല്ലോ രാവിലെ. അപ്പോൾ ഞാൻ ടാനിക്ക് യോഗട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനത് ഐസ്ക്രീമാണെന്നും പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. മാംഗോ ഫ്ലേവറാണ് ആൾക്ക് ഇഷ്ടമായിരിക്കുന്നത്. അപ്പോൾ അതും ഫ്രൂട്ട്സ് ഉണ്ട്. വാട്ടർമെലൻ അവർക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ അത് ഓൺലി 2 പീസേ ഉള്ളൂ. അവനത് കഴിച്ചു. വേറെ ഒന്നും കഴിക്കാനില്ല. ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത ഒന്നും ഫുഡ് അവൻ കഴിച്ചില്ല. കപ്പ് കേക്കൊക്കെ അവന് ഇഷ്ടമാണ്. അതൊക്കെ കഴിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷെ ഒന്നും കഴിച്ചില്ല കേട്ടോ. എനിക്കറിയില്ല. ഇനി ഇവിടുന്ന് 12 അവറാണ് ഞങ്ങൾക്ക് കാനഡയിലോട്ട് ട്രാവലുള്ളത്. അങ്ങനെ അവൻ്റെ ഫേവറേറ്റ് ടോയാണ് ഫാൻ എന്ന് പറഞ്ഞു കേട്ടോ. നാട്ടിലെ എല്ലാ വീട്ടിലും നമുക്ക് ഫാൻ ഉണ്ടല്ലോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫാന്. അങ്ങനെ ഒരു ഫാൻ ടോയ് ഞാൻ കൂടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കസിൻ്റെ മോള് ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ ടാനിക്കിത്. ഈ ഒരു ബാഗ് ഉണ്ടല്ലോ, ഇത് ഇവര് ഫ്ലൈറ്റിൽ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്നതാണ്. അതിലുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇത്. പക്ഷെ അവനിതുകൊണ്ട് കളിക്കാനുള്ള ഏജ് ആയിട്ടില്ല. അവനിതൊന്നും അത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നില്ല. അങ്ങനെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചു. അവനിത് നല്ല ഉറക്കം വന്നിട്ട് ഞാൻ ഉറക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആണ്. കാരണം ഞങ്ങൾ ഇരിക്കുന്ന ഈ 3 സീറ്റും ആളില്ല കേട്ടോ. അപ്പോൾ അവനെ കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു സീറ്റിൽ തന്നെ കിടത്താം. അങ്ങനെ ഉറക്കൊക്കെ ഉറങ്ങി എണീറ്റിട്ടുണ്ട് ആള്. എന്ത് ഫുഡ് കൊടുക്കുന്നുള്ള കൺഫ്യൂഷനിലാണ്. നമുക്ക് ഇവിടെ അവർ തന്നിട്ടുള്ളത് പിസയാണ്. അവനത് കഴിക്കൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്ത് കൊടുക്കണം എന്നറിയില്ല. എന്നാലും ജ്യൂസൊക്കെ അവന് കിട്ടുന്നത് കഴിക്കുന്നുണ്ട്. പിസ ഞാൻ കഴിക്കുന്നു വിചാരിച്ചു. പക്ഷെ അവനതൊന്നും കഴിക്കുന്നില്ല കേട്ടോ. എനിക്കിപ്പോൾ ഇതിന് ടെൻഷനായി. അവർ കഴിക്കാതാവുമ്പോൾ നമുക്ക് ടെൻഷനാണല്ലോ. വിശന്നാൽ ആള് എന്ത് ചെയ്യും, എന്ത് കൊടുക്കും എന്നറിയാത്തൊരു ടെൻഷനേ ഉള്ളൂ.
ചോക്ലേറ്റും അതും ഇതൊക്കെ ആയിട്ട് എന്തൊക്കെയോ കഴിച്ചു, അത്രേ ഉള്ളൂ. ഈ ഫാന് നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ അവൻ എനിക്ക് തരുന്നില്ല, അവനെന്നെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അവന് എന്താ സൈഡിൽ അവന് കൈ പിടിച്ചിരിക്കുകയാണ്. ഉറങ്ങുമ്പോൾ പോലും അത് കൈ പിടിച്ചിട്ടാണ് ആൾ ഉറങ്ങുന്നത്. ബാക്കിൽ നമ്മളെ ഒരു ഫാമിലി ഉണ്ട് കേട്ടോ, മലയാളി ഫാമിലി. അതിലൊരു കുട്ടിയുണ്ട്. അപ്പോൾ അവന് ആ കുട്ടി ഉള്ളതുകൊണ്ട് അവൻ ഈ സീറ്റിൽ നിന്നിട്ട് അവരായിട്ട് ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട്. ആ കുട്ടി ഫാന് ചോദിച്ചിട്ടൊന്നും അവൻ കൊടുക്കുന്നില്ല കേട്ടോ. അവന് ഭയങ്കര വില്ലനായിട്ടുണ്ട് ഇപ്പോൾ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ലഗേജൊക്കെ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് കൊച്ചിയിൽ നിന്ന് ഞാൻ അവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടായിരുന്നു കേട്ടോ നമ്മളെ ലഗേജൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ ടാനിയുടെ സ്ട്രോളറും അവൻ്റെ ഒരു ബാഗും മിസ്സായി പോയി. പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ എയർപോർട്ടിൽ കുറച്ച് നമുക്ക് ടൈം അങ്ങനെ പോയിട്ടോ. അങ്ങനെയൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ ഏതായാലും നമ്മൾ കാനഡയിലോട്ടുള്ള ഫ്ലൈറ്റ് കയറിയല്ലോ, ഇനി ടെൻഷനില്ല. ഇനിയും സമയം ഒരുപാട് ബാക്കിയുണ്ട്. എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. ടാനി ഉറങ്ങുന്ന സമയത്തല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റും. അപ്പോൾ അവൻ ഉറങ്ങുന്ന ടൈമിൽ ഞാൻ ഉറങ്ങി. പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് ടയേർഡായി സത്യം പറഞ്ഞാൽ. ഈ ലോങ് ട്രാവൽ തന്നെയാണ്. ഈ ഒരു പ്രായം കുട്ടികൾ ഇങ്ങനെ അടങ്ങിയിരിക്കുക എന്നുള്ളത് എന്തായാലും പോസിബിളായ കാര്യമൊന്നുമില്ല. എന്തായാലും കളിക്കും. തിരിച്ചു നാട്ടിലോട്ട് പോകുന്ന സമയത്ത് അവൻ ഓടി നടക്കായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ഇത്തവണ അവന് അത് ഓർമ്മയില്ല എന്ന് തോന്നുന്നു. നാളെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചു നേരം ഞാൻ കാർട്ടൂണൊക്കെ കാണിച്ചിട്ടു. പക്ഷെ അവന് കാർട്ടൂണൊന്നും വേണ്ട, ഒരു കാർട്ടൂണും കണ്ടില്ല കേട്ടോ. അവന് പുറത്തുള്ളതൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു സമയം ഉണ്ടല്ലോ. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങളിതാ ഇവിടെ കാനഡയിൽ എത്തിയിട്ടുണ്ട്. എനിക്കിനി സമാധാനമായിട്ടോ ഇനി. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഫ്ലൈറ്റ് 1 hour നേരത്തെയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ എയർപോർട്ടിൽ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോഴെന്നെ ഏകദേശം ടയേർഡ് ആയിട്ടുണ്ട്. ടാനി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അവന് എയ്റോപ്ലെയിൻ, ഹെലികോപ്റ്റർ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. സെമി കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 3/4 മണിക്കൂർ ആളിനി ഇവിടെ എത്താൻ ചാൻസ് ഇല്ല, ഭയങ്കര ബ്ലോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ കിടന്ന് ഉറങ്ങിട്ടോ. അതിനുശേഷം അതായത് സെമി എത്തിയിട്ടുണ്ട്. ഇനി നേരെ ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഫുഡ് ടൊറൻഡോന്ന് കഴിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ടൊറൻഡോയിലൊരു മലയാളി സ്റ്റോർ ഉണ്ട് കേട്ടോ. ഈ ഭാഗം വരുമ്പോഴൊക്കെ ഞങ്ങൾ അവിടെ പോയിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്. അവിടെ പിന്നെയും നമുക്ക് നല്ല ഫുഡ് കിട്ടും. അങ്ങനെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഉണർന്നത്. രാത്രി കാറിലിരുന്ന് അങ്ങോട്ട് ഉറങ്ങിയിട്ട് വീട്ടിലെത്തുന്നവരേ ഉറക്കായിരുന്നു. പെട്ടിപ്പൊട്ടികൾ ചടങ്ങൊക്കെ ഞാനിതാ പിറ്റേ ദിവസം രാവിലെയാണ് ചെയ്യുന്നത്. ഇതാ കംപ്ലീറ്റ് ഞാൻ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. ഇനി എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രണ്ട്സിന് കൊടുക്കാനൊക്കെ കാര്യമായിട്ട് കൊണ്ടുവരണം എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒരുപാട് എനിക്ക് ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ കൊടുന്നിട്ടോ. ഞാൻ കുറേ കൊടുന്നുപോയി. അപ്പോൾ എനിക്ക് ഈ 23 അങ്ങനെ 2 പെട്ടിയേ പറ്റുള്ളൂ. ടാനിക്ക് ഓൺലി 1 പെട്ടി. അപ്പോൾ അത്രയും എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പകുതി കംപ്ലീറ്റും പാത്രങ്ങളായതുകൊണ്ട് കുറച്ച് ഡ്രസ്സും കൂടുതലുണ്ടായിരുന്നു. ടാനിക്ക് കുറേ ഡ്രസ്സ് ഗിഫ്റ്റും കിട്ടിയിരുന്നേ. പിന്നെ ഞാൻ കുറച്ച് മസാലപ്പൊടികളും അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എൻ്റെ ഉമ്മ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടിപ്പൊട്ടിക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ഇത് എടുത്തു വെക്കേണ്ട പരിപാടിയാണ് ഇനി അടുത്തത്. പിന്നെ കുറച്ച് അച്ചാറ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ടാനിക്ക് ചെറിയ അരി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിവിടെ നല്ല ഡിമാൻഡുള്ള സംഭവമാണ്. ടാനി അവന് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. കുക്കറാണോ? ചൂടുണ്ടോ? ഹോട്ട്? ഓക്കെ. അതെന്താ ടാനി? എന്താ? മീനയോ? ഓ, അതില് മീനുണ്ടോ? നോക്കട്ടെ. ഫിഷ് ഉണ്ടോ? ഫിഷ്. അപ്പ യമ്മി. അവിടെ വായിലിട്ടില്ലേ? അമ്മ കഴിക്കണോ? ഓക്കെ. ഉമ്മമ്മ തന്ന പൊടിയല്ലേ ടാനിക്ക് അല്ലേ?
ഈ ബോട്ടിലുള്ളത് എൻ്റെ ഉമ്മ പൊടിച്ചു തന്നൊരു പൊടിയാണ് പൊടിയാണ്. കുറേ നട്ട്സും ഒരുപാട് ധാന്യങ്ങളും അരിയും ഒക്കെ വറുത്ത് പൊടിച്ച് ഉമ്മ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച പൊടിയാണ്. പിന്നെ ഇതാ സെമിയുടെ ഫേവറേറ്റ് സാധനമാണ് മിൽമ പേട, അതുണ്ട്. പുളിയച്ചാറുണ്ട്, ഇത് നമ്മളെ നൊസ്റ്റാൾജി ആണല്ലോ, പണ്ട് മുതലേ എനിക്കിഷ്ടമുള്ള സംഭവമാണ്. പിന്നെ മിൽക്ക് കേക്ക് ഉണ്ട്, ഇത് നമ്മൾ ഫ്രണ്ട് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അവൾ പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ അവൾക്ക് ഇഷ്ടമായിട്ട് കൊടുക്കുന്നതാണ്. ഇത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഈ വെട്ട് കേക്ക് എന്നൊക്കെ പറയില്ല, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് ഈ സംഭവം. അപ്പോൾ ഞാനിത് അപ്പോഴന്നെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അതപ്പോഴന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണിയിലോട്ട് ഇത് കടന്നാൽ മതിയല്ലോ. ഒക്കെയാണ് ഞാൻ കൊടുക്കുന്ന പാത്രങ്ങൾ കേട്ടോ. എനിക്ക് ഇതുപോലെയുള്ള പാത്രങ്ങൾ കയ്യിലൊക്കെ ആവശ്യമുണ്ടായിരുന്നു. കയ്യിൽ നിന്നാട്ടോ ഞങ്ങളവിടെ പറയും കോരി. പിന്നെ ഇത് മസാലപ്പൊടി വെക്കാനുള്ള ഒരു ബോക്സ് ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. ഈ ഒരു സംഭവത്തിൽ കുറേ പൊടികൾ ഇടാനും, അപ്പോൾ നമുക്ക് ഒരു പാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ ഈ കുക്കർ, ഇതൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ദീപാവലി സെയിലുള്ളതുകൊണ്ട് എനിക്ക് നല്ല പൈസക്ക് കിട്ടി. 3 ലിറ്ററിൻ്റെയും 5 ലിറ്ററിൻ്റെയും കുക്കറാണ് കേട്ടോ. പക്ഷെ ഒറ്റ മൂടി വരുന്നുള്ളൂ. ആ ടോപ്പ് നമുക്ക് കുക്കറിനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അങ്ങനെ 2-3 ടോപ്പ് അതിന് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജ് ഓർഗനൈസർ വാങ്ങിച്ചതാണ്. അതൊരു 2-3 ഐറ്റം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നല്ല അഫോർഡബിളായി തോന്നി നാട്ടിൽ, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഇതൊക്കെ ടാനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ഒരു ഡ്രസ്സ് ഞാൻ അവന് വരുമ്പോൾ ഇട്ട് കൊടുത്തായിരുന്നു. അങ്ങനെ കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ പോയാൽ നമുക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ, എല്ലാവരും കാണാൻ വരുമ്പോഴൊക്കെ ഗിഫ്റ്റ് വരുമല്ലോ. പക്ഷെ അത് ഭയങ്കര ടാനിക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി കഴിയണം. കുറച്ച് വലുതാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ടാനി നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. നാട്ടിൽ വന്നിട്ട് അവനിതാ കുറേ സംസാരിക്കാനൊക്കെ പഠിച്ചു. പിന്നെ എൻ്റെ ഇക്കാക്ക് 2 മക്കളാണ്, അപ്പോൾ അവരെ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അവരെ പേരും പറഞ്ഞിങ്ങനെ നടക്കുകയാണ് ആള്. ഇവിടെ വന്നപ്പോൾ ജെറ്റ് ലാഗിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി അവന് ഉറങ്ങുന്നുണ്ടായിരുന്നില്ല, പകല് കംപ്ലീറ്റ് കിടന്നുറങ്ങുമായിരുന്നു. പകല് മീൻസ് ഈവനിങ്ങിലാട്ടോ അവൻ ഉറങ്ങുന്നത്. അങ്ങനെ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പിന്നെ കാണാം.